68 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 68 ലക്ഷം രൂപ കടം 3 മാസം കൊണ്ട് എനിക്ക് വീട്ടാൻ പറ്റിയെന്ന്. സുബ്ഹാനല്ലാഹ്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഞാൻ നാട്ടിലേക്ക് വരാറില്ല ഉസ്താദേ. എൻ്റെ അടുത്ത് മുമ്പ് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ആ സഹോദരൻ മുമ്പ് എന്നെ വിളിച്ചിട്ട് എനിക്കത് മറന്നുപോയിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയാണ്, ഞാൻ 5-6 മാസം മുമ്പ് നിങ്ങളെ വിളിച്ചിരുന്നു. എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ വീട് പണിക്ക് ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്തതും അതുപോലെ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളുടെ നിന്നും പൈസ വാങ്ങിയതും ഒക്കെ ആയിട്ട് 68 ലക്ഷം രൂപയോളം എനിക്ക് കൊടുത്തു വീടാനുണ്ടായിട്ട് എനിക്കത് കൊടുക്കാൻ കഴിയാതെ നിവൃത്തിയില്ലാതെ ആളുകളുടെ ചോദ്യം പേടിച്ച് നാട്ടിലേക്ക് പോലും വരാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ മക്കളെ കണ്ടിട്ട് ദിവസങ്ങളായി, എൻ്റെ മക്കളെ കണ്ടിട്ട് മാസങ്ങളായി എന്നാണ് അദ്ദേഹം അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ മനുഷ്യൻ സന്തോഷത്തോടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അതെ എൻ്റെ 68 ലക്ഷം രൂപ കടം 3 മാസം കൊണ്ട് വീട്ടി തീർത്തു. സുബ്ഹാനല്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്, എങ്ങനെയാണ് അത് വഴി തുറന്നു കിട്ടിയത് എന്ന് അത്ഭുതപ്പെട്ടു പോയി എന്ന്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ചെറിയൊരു ഇസ്മു മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇസ്മു ഒന്ന് ചൊല്ലി നോക്കുക, ഇൻഷാ അള്ളാഹ് വലിയ ഫലം ഉണ്ടാവും. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ്, നല്ല നിയത്തോടു കൂടി ചെയ്യുക, കടം വീടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാനത് അന്ന് ഉസ്താദ് പറഞ്ഞത് എഴുതി വെച്ചത് പിന്നീട് ഓർത്തത് 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അത് എനിക്ക് ഓർമ്മ വന്നത് മുതൽ ഞാനത് ചൊല്ലി. അൽഹംദുലില്ലാ, 3 മാസത്തിനുള്ളിൽ എൻ്റെ ആ കടം വീടാനുള്ള വലിയ മാർഗം എനിക്ക് തുറന്നു കിട്ടി. ആ കടം വീടി ആദ്യം നിങ്ങളെയാണ് വിളിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായി. അത് നമ്മുടെ പവർ കൊണ്ടല്ല, മറിച്ച് ആ ഇസ്മിൻ്റെ മഹത്വം. അള്ളാഹു എത്ര വലിയവനാണ്, അള്ളാഹു എത്ര പവറുള്ളവനാണ്, അവൻ്റെ നാമങ്ങൾക്ക് എത്ര ഫദ്ലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഇസ്മ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ഇറക്കുന്നു. പല ആളുകളും വിഷമം പറഞ്ഞവർ, സങ്കടം പറഞ്ഞവരൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പരിഹാരം തേടുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ചോദിക്കുന്ന ആളുകളിലേക്കൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർക്ക് ഫലം ചെയ്യുന്ന അമലുകളായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ വാട്സപ്പ് നമ്പരും അതുപോലെ കോൾ ചെയ്യാൻ പറ്റുന്ന നമ്പരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾ അത്തരത്തിൽ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തിക ഇടങ്ങേറുകൊണ്ട് കഴിയുന്ന, അത് കണ്ണീർ കയത്തിൽ കഴിയുന്ന എത്രയോ മുഅ്മിനീങ്ങളാണ്, ഉമ്മമാരാണ്, സഹോദരന്മാരാണ് പ്രയാസം പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവർ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇതൊരു അത്താണിയാണ്, കൂടെ കൊണ്ടു നടക്കുക. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം. 1 ദിവസം ചൊല്ലി, 2 ദിവസം ചൊല്ലി, ഒരാഴ്ച ചൊല്ലിയിട്ട് ഇങ്ങനെ പരിഭവം പറയാം. പല ആളുകളും നമ്മളിപ്പോൾ എന്തെങ്കിലും പരിഹാരം ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു കൊടുത്തു, എന്തെങ്കിലും ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു, ഓതാൻ പറഞ്ഞു കൊടുത്തു, ഒരാഴ്ച ചെയ്യും, അല്ലെ 1 മാസം ചെയ്യും, എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. ഈ ഒരു പ്രതീക്ഷയില്ലായ്മ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഈ ചൊല്ലുന്നത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയും കൂടെ ആക്കണം. നമ്മൾ ഈ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയും കൂടെ ആക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചെയ്തതിന് ഫലം കിട്ടിയില്ല എങ്കിലും റബ്ബിൻ്റെ പൊരുത്തം എന്നുള്ള സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു ഖൈർ നൽകും. അപ്പോൾ അതുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടിയിട്ടാവണം ഇത് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്താലും അതൊരു ഫാത്തിഹ ഓതുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാണെങ്കിലും ശരി, നല്ല നിയ്യത്തോടു കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആ കടം വീടാനുള്ള അത്ഭുത ഇസ്മ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കണ്ണീർ കഴുത്തിൽ കഴിയുന്നവരുണ്ട് എങ്കിൽ, അറിവിലുണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാസങ്ങളായി തൻ്റെ കുടുംബത്തിലേക്ക്, നാട്ടിലുള്ള ആളാണ്, ഗൾഫിലോ വിദേശത്തോ ഒന്നും അല്ല, നാട്ടിലുണ്ടായിരുന്ന ആൾ, പക്ഷേ മാസങ്ങളായി തൻ്റെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. എന്തേ വരാൻ കഴിയാത്തതിൻ്റെ കാരണം? അയാളുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട്. അയാൾ വാങ്ങിയ പൈസ എവിടെയെന്ന് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ ചോദിക്കുക. അത് മോശപ്പെട്ട സംഗതി ആയതുകൊണ്ടല്ല, കടം വാങ്ങി തിരിച്ചു കൊടുക്കണം. പക്ഷേ ഒരു നിർവാഹവുമില്ല, ഒരു നിവൃത്തിയുമില്ലാതെ ചെയ്യുന്ന ജോലി കൊണ്ട് അന്നന്നത്തെ വരുമാനം, അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തെ പോറ്റാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കടമുള്ളൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് കരഞ്ഞു, ഉസ്താദേ എന്ത് ചെയ്യണമെന്നറിയില്ല, മരിച്ചാലോ എന്നൊക്കെ ആലോചിക്കലുണ്ട് ചിലപ്പോൾ. പക്ഷേ ഈമാൻ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്, പിടിച്ചു നിൽക്കുന്നതാണ്. 68 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ആ സാധു മനുഷ്യൻ വിളിച്ച് കരഞ്ഞപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു കൊടുക്കുക, അതിനപ്പുറത്തേക്ക് എന്നെക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തികമായി ഇപ്പോൾ സഹായിക്കാൻ നമ്മളെ കൊണ്ട് നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പരിഹാരം, നമുക്ക് അറിയുന്നൊരു മാർഗ്ഗം പറഞ്ഞു കൊടുക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടരുത്, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ ഒരു ഇസ്മുണ്ട്.
വളരെ പവർഫുള്ളായ ഒരു ഇസ്മ, വളരെ മഹത്വമുള്ള ഒരു ഇസ്മ, ചൊല്ലിയവർക്കൊക്കെ ഫضല് ലഭിച്ച, ചൊല്ലിയവർക്കൊക്കെ അതിൻ്റെ ഫലം ലഭിച്ച, പ്രതിഫലം ലഭിച്ച ഒരു ഇസ്മുണ്ട്. നമ്മൾ കുറഞ്ഞ എണ്ണം ദിവസവും ചൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നീയത്ത് വെച്ചിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, നമുക്ക് എന്തായാലും പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ആ കടത്തിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടില്ലേ, കുറച്ചു കാലം ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇസ്മ, എൻ്റെ കടം അള്ളാഹു വീട്ടിത്തരും എന്ന നീയത്ത് വെച്ച്, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തത്, എൻ്റെ കടം റബ്ബ് വീട്ടിത്തരും എന്ന നീയത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുക. ഈ ഇസ്മ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ നാമമാണ്, അള്ളാഹുവിൻ്റെ പേരാണ്. ഈ പേരുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ഖൽബിൻ്റെ മുറാദ് കേൾക്കും എന്ന നീയത്തോടു കൂടിയിട്ട് നിങ്ങൾ അത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഹഖ് എന്ന നാമം പറഞ്ഞു കൊടുത്തു. അൽ ഹഖ്, ഹഖ് നമ്മൾ കേട്ടില്ലേ, ഹഖ് തആല, ഹഖ് യാഥാർത്ഥ്യം, സത്യം. അള്ളാഹു എന്നത് വലിയ സത്യമാണ്, അള്ളാഹുവാണ് ഏറ്റവും വലിയ സത്യം, അള്ളാഹുവാണ് ഏറ്റവും വലിയ ഹഖ്. ആ ഹഖ് എന്ന നാമം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പവർഫുള്ളായ ഒരു നാമമാണ്. എത്ര കൊടിയ കടമുണ്ടെങ്കിലും വീടി കിട്ടാൻ ഈ ഒരു നാമം കൊണ്ട് നമുക്ക് കഴിയും, ഈ ഒരു നാമം ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാനൊരു എണ്ണം പറഞ്ഞുതരാം, മഹാന്മാർ പറഞ്ഞു തരാം. തഖൂൽ, നിങ്ങൾ പറയണം, നീ പറയണം, യൗമിയൻ എല്ലാ ദിവസവും 108 തവണ. എത്ര തവണ? 108 തവണ. 108 തവണ ഹഖ് എന്ന നാമം, യാ ഹഖു യാ ഹഖു യാ ഹഖു യാ ഹഖു എന്ന് ഇങ്ങനെ പറയാം. യാ ഹഖു, യാ അല്ല ചേർക്കണം എന്നില്ല, യാ ഹഖു എന്ന് കിതാബിലുള്ളൂ. യാ ഹഖു എന്ന് 108 തവണ എല്ലാ ദിവസവും ഒരാൾ മുടങ്ങാതെ നല്ല നിയത്ത് വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ ആ എണ്ണം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്, കൃത്യമായി ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന് അതിനുള്ള വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട് എന്ന്. അള്ളാഹു ആ കടം അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹം വീട്ടി. കടം വീട്ടിയതിന് ശേഷം ആദ്യമായി എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഉസ്താദേ എൻ്റെ കടങ്ങൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിയിട്ടുണ്ട്, ഞാൻ നാട്ടിലേക്ക് വന്നു എന്ന്. നാട്ടിലേക്ക് വന്നു എന്ന് എന്തൊരു സന്തോഷം ഉണ്ടാവും, അപ്പോൾ മനസ്സിന് എന്തൊരു റാഹത്ത് ഉണ്ടാവില്ലേ. മനുഷ്യൻ്റെ കടം തീർന്നു കിട്ടുക എന്നുള്ളത്, മനുഷ്യൻ്റെ ബാധ്യത തീർന്നു കിട്ടുക എന്നുള്ളത് വലിയ സമാധാനത്തിൻ്റെ വഴിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ കടങ്ങളാണെങ്കിൽ പോലും നമുക്ക് വലിയ ബേജാറാണ്, ഇത് കൊടുത്തു വിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ഇല്ലേ. അപ്പം ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്നു. ഇപ്പോൾ 1000 2000 അല്ലെങ്കിൽ 10,000 ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മിച്ചം വെച്ചാലും എന്ത് ചെയ്യുക, കൊടുത്ത് വീട്ടാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ഈ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ ആളുകൾ ലക്ഷക്കണക്കിന് കടം പേറി നടക്കുന്നൊരവസ്ഥ, ഇതെങ്ങനെ കൊടുത്തു വീടുമെന്നറിയാതെ ഒരു റാഹത്തും സമാധാനമില്ല. കിടന്നാൽ ഉറക്കം വരില്ല, കിടന്നാൽ ഉറക്കം വരില്ല. കാരണം എന്താ, ചിന്തയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കടം വാങ്ങിയ ആളുകൾ, കടം തന്ന ആളുകൾ, അവരുടെ ചോദ്യം വരുമോ, ചോദ്യം പേടിക്കേണ്ടി വരുമോ, ഇങ്ങനെ എന്ത് ചെയ്യുക, ജപ്തിയുടെ വക്കിൽ കഴിയുന്ന ആളുകളുണ്ട്, വീട് കിടക്കുന്ന കിടപ്പാടം നഷ്ടപ്പെടുമെന്ന വക്കിലെത്തിയവരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അല്ലേ, എത്രയോ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വലിയ നല്ല നീയത്തോടു കൂടിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കുമെന്ന നീയത്തോടു കൂടിയിട്ട് 108 തവണ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത്, പറ്റുമെങ്കിൽ സുബഹയ്ക്ക് ശേഷം ചെല്ലാൻ ശ്രമിക്കുക, അതിന് പറ്റിയില്ലെങ്കിൽ മഗ്രിബിന് ശേഷം ചെല്ലാൻ ശ്രമിക്കുക. ഏതെങ്കിലും സമയത്ത് നമ്മൾ കണക്കാക്കിയിട്ട് അത് പതിവാക്കുക. അങ്ങോട്ട് യാ ഹഖു യാ ഹഖു യാ ഹഖു യാ ഹഖു യാ ഹഖു, ഇത് പതിവാക്കുക. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകളുടെ സാമ്പത്തിക പുരോഗതി അള്ളാഹു നൽകും. ഇനി സമ്പത്തുള്ള ആളുകളാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് അഭിവൃദ്ധി നൽകും. അതിൽ വലിയ ബറക്കത്ത് കൂടുതലാക്കി അള്ളാഹു കൊടുക്കും. ഇൻഷാ അല്ലാഹ് വലിയ എളുപ്പമുള്ള, നമുക്ക് ചെല്ലാൻ വളരെ എളുപ്പമുള്ളതല്ലേ, ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ഇനി ആരെങ്കിലും ഒരാൾ, ഞാൻ വേറൊരു ആമലും കൂടെ പറഞ്ഞുതരാം, ഈ ഹഖ് എന്ന നാമം വിശദീകരിക്കുന്നതാണ്, ഇതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആരെങ്കിലും ഒരാൾ രാത്രിയുടെ പകുതിക്ക് ശേഷം, നമ്മൾ സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് എഴുന്നേറ്റും, എന്നിട്ട് വുളു ചെയ്തു, വസല്ല റക്അത്ത്, ഇനി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, വറഫഅ യദഹു ഇല സമായി, അതിനുശേഷം അയാളുടെ കൈകളെ ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് വഖാല, അവൻ പറഞ്ഞു, മിഅത്ത മറത്തൻ യാ ഹഖു, യാ ഹഖു എന്ന് 100 മറത്തൻ, എത്ര തവണ, 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ പ്രയാസപ്പെട്ട് കിടക്കുന്ന എന്തു വിഷയമുണ്ടോ, അയാൾ മനസ്സിൽ ബേജാറായി നടക്കുന്ന എന്തു വിഷയമുണ്ടോ, അതിനുള്ള പരിഹാരം അയാളുടെ മുമ്പിൽ തെളിഞ്ഞു കാണും. ആ വ്യക്തിയുടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ തെളിയിച്ചു കൊടുക്കും. അയാളുടെ കൽബിൽ ഇങ്ങനെ ആ ഒരു വിഷ്വൽ, എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം ലഭിക്കേണ്ടത് എന്നുള്ള ആ രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിൽ തെളിയിച്ചു കൊടുക്കുമെന്ന്, ലമീർ മറഞ്ഞു കിടക്കുന്ന സംഗതികളൊക്കെ അള്ളാഹു വെളിവാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്താൽ മതി, രാത്രി നമ്മൾ തഹജ്ജുദിന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച ശേഷം കൈ ഉയർത്തിയിട്ട് യാ ഹഖു എന്ന് ഒരു 100 തവണ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് പതിവായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഒരാൾ
അയാളുടെ എന്തെങ്കിലും ഒരു സംഗതി നഷ്ടപ്പെട്ടു പോയി, ഇനി എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി, അവർക്കും ഗുണമാണെന്ത് യാ ഹക്കു എന്ന് അത് അവർ കഴിവിൻ്റെ പരമാവധി എത്രയാണോ പറ്റുന്നത് അത്രയും എണ്ണം യാ ഹക്കു യാ ഹക്കു യാ ഹക്കു ഇങ്ങനെ പറയുകയാണെങ്കിൽ ലി യജിദ് ലാലതഹു, അദ്ദേഹത്തിന് എന്താണോ നഷ്ടപ്പെട്ടു പോയത്, ഇല്ലാതെയായി പോയത്, ആ നഷ്ടപ്പെട്ടു പോയതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കി കൊടുക്കും. അത് നശിച്ചു പോയിട്ടില്ല എങ്കിൽ. ഇപ്പോൾ ചില സംഗതി ചിലപ്പം നഷ്ടപ്പെട്ട് നുരുമ്പിപ്പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഗോൾഡ് നഷ്ടപ്പെട്ടു, അത് ഉരുക്കി ആരെങ്കിലും ഇവിടെയൊക്കെ അങ്ങോട്ട് പോയി, ചിലപ്പോൾ 10 പവൻ്റെ മാലയായിരിക്കും പോയിട്ടുണ്ടാവുക, ആ പോയത് കൊണ്ടുപോയി ഉരുക്കി പല പീസുകളായിട്ട് പല ഭാഗത്തായി, അങ്ങനെ കരുതാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കിട്ടാൻ പറ്റാത്ത രൂപത്തിൽ. എന്നാൽ ഔ യുബദ്ദിലഹുല്ലാഹു ഇവളൻ അൻഹു, അതിനെ തൊട്ട് പകരം നിൽക്കുന്ന ഒന്നിന് അള്ളാഹു കൊടുക്കും. നമുക്ക് തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മഹത്വമുള്ള, അതിന് പകരം നിൽക്കുന്നൊരു സംഗതിയെ അള്ളാഹു ബദലാക്കി അതിന് പകരമാക്കി അള്ളാഹു കൊടുക്കും. എന്തായാലും നമുക്ക് ലാഭമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സംഗതികൾ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഹക്ക് എന്ന നാമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ പറഞ്ഞ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മൻഫഅത്തും ഫലവും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുമോ നോക്കട്ടെ എന്നല്ല, മറിച്ച് എന്ത് ചെയ്യുക, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന നല്ല യഖീനോട് കൂടിയിട്ട്, നല്ല ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹു എല്ലാ കടങ്ങളും തീർത്തു തരട്ടെ, എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ. അള്ളാഹു എത്ര കോടിക്കണക്കിന് കടമുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലാണ്. അള്ളാഹു എത്ര മുക്കിയാലും തീരാത്ത വലിയ ഖജനാവും കൊണ്ടിരിക്കുന്ന ആളാണ്. അള്ളാഹുവിന് എന്താണ് ഇപ്പോൾ അതിനകത്ത് ബേജാറുള്ളത്? ഒരു ബേജാറുമില്ല. അള്ളാഹു എത്ര നൽകിയാലും അവനൊരു കുലുക്കവും ഇല്ല, അവൻ്റെ ഖജനാവിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയൂല. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കടങ്ങളൊന്നും ഒരു വിഷയമല്ല. ചോദിക്കുക റബ്ബിനോട്, അള്ളാഹ് നീ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അള്ളാഹ്, പ്രയാസങ്ങളൊക്കെ തീർത്തു തരണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയ അത്താണിയാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.